കാനഡയിൽ സ്വന്തമായി വീട് വാങ്ങുന്നതുമായുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. പാർട്ട് 3. പാർട്ട് 2 വീഡിയോയിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീട് വാങ്ങി അവർ കടന്നുപോയതായിട്ടുള്ള ആ ഒരു മാനസിക സംഘർഷങ്ങളും വേദനകളും അവർ ശരിക്കും ഫേസ് ചെയ്തതായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കാനായിട്ട് ഇടയായത്. ഇന്നത്തെ നമ്മുടെ പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതായത് കാനഡയിലുള്ള അതായത് സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ശമ്പളം വാങ്ങുന്നവർക്ക് മാത്രമല്ലല്ലോ, തീർച്ചയായിട്ടും ഓരോ സാധാരണക്കാർക്കും ഈ കാനഡയിൽ വന്നിട്ടുള്ള ആളുകളുടെ ഒരു സ്വപ്നമാണ്, എന്നെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലും ഒരു വീട് വാങ്ങാനായിട്ട് കഴിയുമോ? തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് അത് സാധിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അത് എങ്ങനെയാണ് നമ്മളെ കൊണ്ട് സാധിച്ചെടുക്കാനായിട്ട് കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അത് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങളുടെ സ്വന്തം ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ പാർട്ട് 3 വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം ചെയ്തതായിട്ടുള്ള വീഡിയോയ്ക്കകത്ത് വന്ന ഒരു കമന്റ് തന്നെയാണ്. അത് ഇപ്പം മാത്രമല്ല, ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള പല വീഡിയോകളിലും, അതായത് കാനഡയിലെ വീടുമായി ബന്ധപ്പെട്ടായാലും ജോലിയുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ അതായത് പറയുമ്പോൾ ആളുകൾ അതിനകത്ത് നിരന്തരമായി ഇടുന്ന ഒരു കമൻ്റാണ്, കാനഡ എന്ന് പറയുന്നത് ടൊറന്റോ മാത്രമല്ല, ഒണ്ടാരിയോ മാത്രമല്ല. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. എൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട് തന്നെ അതിനൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ അത് വിശ്വസിക്കുന്നത്. ഒന്നാമതായിട്ട്, ഈ കാനഡയിൽ നമ്മൾക്കൊരു വീട് വാങ്ങണമെങ്കിൽ, മുന്നോട്ട് നമ്മൾക്കത് നേടിയെടുക്കണമെങ്കിൽ, നമ്മൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളിലെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അത് നമ്മളിലെല്ലാം ഉള്ളൊരു കാര്യമാണ്. അത് നമ്മൾ പാടെ നമ്മളിൽ നിന്ന് മാറ്റാനായിട്ട് നമുക്ക് കഴിയണം. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടെന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് കാനഡയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒരാളായിരുന്നു ഞാനും. അതെന്താണെന്നല്ലേ, അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് വിസ വന്നാലും PR എടുത്ത് വരുന്ന ആളുകളായാലും, നമ്മളുടെ മാതാപിതാക്കള് നമ്മളെ നാട്ടിൽ നിന്ന് അത് കയറ്റിവിടുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നമ്മളുടെ സ്വന്തക്കാര്, ബന്ധുക്കാര്, നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അത് ആരുടെയും കുഴപ്പമല്ല, കാരണം നമുക്കറിയാൻ മേലാത്ത ഒരു സ്ഥലത്തേക്ക്, ഒരു രാജ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും അധികം കംഫർട്ട് എന്ന് പറയുന്നത്, നമ്മളെ അറിയുന്ന, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉള്ളിടത്ത് ചെല്ലുക എന്നതാണ് നമ്മൾ ആദ്യം എടുക്കുന്ന പ്രിഫറൻസ്. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കാനഡയിലെ ഒണ്ടാരിയോ അല്ലെങ്കിൽ ടൊറന്റോ എന്ന് പറയുന്ന പട്ടണത്തിലാണ് കൂടുതലും ആളുകൾ, നമ്മുടെ സ്വന്തക്കാരായാലും കൂട്ടുകാരൊക്കെ ആയാലും, അത് ചില വർഷങ്ങൾക്ക് മുമ്പ് വന്ന്, അതായത് ഇവിടെ വന്ന് സ്റ്റേബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു അതായത് കോളേജിലേക്ക് പഠിക്കാൻ വന്നാലും, നമ്മളിപ്പം PR എടുത്ത് വന്നാലും, നമ്മളെ അതായത് ആദ്യമേ നോക്കുന്നത് നമ്മളെക്കാൾ മുന്നേ പോയിട്ടുള്ള നമ്മുടെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും നമ്മുടെ കൂട്ടുകാരെയും ഒക്കെ വിളിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് നേരെ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇറങ്ങാനേ നമ്മളിൽ 99% ആളുകളും അതായത് ആഗ്രഹിക്കത്തുള്ളൂ, അല്ലേ? ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് 8 വർഷം മുമ്പ് ഞങ്ങൾ ഈ കാനഡയിൽ വരുന്നത്, അതായത് ക്യൂബക് ഇമിഗ്രേഷൻ വഴി PR എടുത്താണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, അതൊരു പ്രൊവിൻഷ്യൽ ഇമിഗ്രേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങൾ അതായത് ക്യൂബക് വഴി ഞങ്ങൾ PR എടുത്ത് ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നത് മോൺട്രിയലിലാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്ക് മുന്നേ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ അതായത് മോൺട്രിയലിൽ പോയി. പല ആളുകളും, അതൊരു ഫ്രഞ്ച് പ്രൊവിൻസ് ആയതുകൊണ്ട് നല്ല പങ്കും ആളുകളും അവിടെ നിന്നില്ല. പലരും അവരുടെ സുഹൃത്തുക്കളും സ്വന്തക്കാരും ഉള്ള ആ ഒരു സ്ഥലത്തേക്ക്, സിറ്റിയിലേക്ക് അവരവിടെ നിന്ന് മൂവ് ചെയ്തു. അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ അവിടുന്ന് കയറിപ്പോരുമ്പോൾ ഞങ്ങളുടെ അതായത് സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ടൊറന്റോ പട്ടണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതായിട്ട് വന്നേയില്ല. ഞങ്ങൾ അതായത് ഓൾറെഡി വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു, മോൺട്രിയലിൽ വന്ന് അതായത് ഇറങ്ങണം. അവിടെ വന്ന് കറന്നേച്ച് പ്രൊവിൻസ് ഇമിഗ്രേഷൻ ആയതുകൊണ്ട് നാളെ ഒരു ചോദ്യം വരാതിരിക്കാൻ, അറ്റ്ലീസ്റ്റ് നാളെ എന്തെങ്കിലും ഒരു റെക്കോർഡ് അവിടുത്തെ ഗവൺമെന്റ് ചോദിച്ചാൽ ഞങ്ങൾക്ക് കാണിക്കാനായിട്ട് മോൺട്രിയലിൽ വന്ന് ഇറങ്ങുന്നു. അന്നേ ദിവസം തന്നെ അവിടുത്തെ സിന്ന
നമ്പറൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിന് ഞങ്ങളുടെ അതായത് സഹോദരൻ അതായത് ടൊറോണ്ടോയിൽ വന്ന് നിന്നു. അദ്ദേഹം ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഇവിടെ അപ്പാർട്ട്മെന്റ് അതായത് റെന്റൽ അപ്പാർട്ട്മെന്റുകളൊക്കെ കരുതി വെച്ചു. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അതായത് ടൊറോണ്ടോയിൽ വന്ന് ലാൻഡ് ചെയ്തു. അപ്പം അവിടെ വന്നു. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നേന്ന് അവിടെ ആ റെന്റൽ അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ താമസിച്ചു തുടങ്ങി. ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ ജോലിയൊക്കെ കണ്ടുപിടിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഈ പറഞ്ഞതുപോലെ അതായത് വാടകയൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഈ വാടക കൊടുത്ത് ഡെഡ് മണി ആകാതെ ഒരു വീട് വേണം എന്നുള്ള ഒരു സ്വപ്നം അങ്ങനെ ആദ്യമായിട്ട് ഹൃദയത്തിൽ കയറി തുടങ്ങി. അങ്ങനെ ഞങ്ങള് അതായത് പാർത്ത ടൊറന്റോയിലെ അതായത് പല സിറ്റികളിലും സ്കാബ്രോ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഞങ്ങൾ വീട് അന്വേഷിച്ചിറങ്ങിയെങ്കിലും ഞങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു വരുമാനം കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ടൊറന്റോയിൽ ഒരിടത്തും നിങ്ങൾക്ക് വീട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പം ഇതിനോടകം ഈ സ്വപ്നം അകത്ത് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് അതായത് ആവർത്തിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്നൊരു അല്പം കൂടെ ദൂരോട്ട് നിങ്ങളൊന്ന് മാറി പിടിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു വീടെടുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂട്ടുകാരെ, ഞങ്ങളുടെ അതായത് സ്വന്തക്കാരെ, ബന്ധുമിത്രാദികളൊക്കെ ഈ ടൊറന്റോയിൽ തന്നെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഈവൻ നമ്മുടെ ജോലി പോലും. ഓരോ മാസം മുന്നോട്ട് കടന്നുപോയി. പിന്നീട് ഞങ്ങൾ ഒരു തീരുമാനത്തിലോട്ട് വന്നു. ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ വീടിന്റെ വില ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ടൊറന്റോയിൽ നമ്മൾക്ക് അതായത് ജീവിക്കാൻ പറ്റത്തില്ല. അതായത് ടൊറന്റോയിൽ ഒരു വീടെന്ന സ്വപ്നം ഞങ്ങളെ കൊണ്ട് നടക്കത്തില്ല എന്നുള്ള ആ ഒരു സത്യം ഞങ്ങൾ മനസ്സിലാക്കിയ നിമിഷം തന്നെ ഞങ്ങളുടെ അതായത് റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ അദ്ദേഹത്തോട് ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ നിന്ന് അതായത് ടൊറന്റോയിൽ നിന്ന് ഞങ്ങൾക്ക് അതായത് ഏകദേശം എന്തുമാത്രം ദൂരം ഞങ്ങൾക്ക് സഞ്ചരിച്ചാൽ ഞങ്ങളുടെ ഈ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീട് ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞങ്ങൾ ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അതായത് ടൊറന്റോയിൽ നിന്ന് അതായത് ഏകദേശം അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഈസ്റ്റിലോട്ട് പോകാമെങ്കിൽ അവിടെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 5 ലക്ഷം കനേഡിയൻ ഡോളർ താഴെ വരെ നമുക്ക് വീടുകൾ, ഡിറ്റാച്ച്ഡ് വീടുകളൊക്കെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ സെമി ഡിറ്റാച്ച്ഡ് വീടുകളൊക്കെ നമുക്ക് വാങ്ങാം എന്നുള്ള ആ ഒരു ഇത് അദ്ദേഹം ഞങ്ങളോട് അത് പറയുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ അന്നു മുതൽ ഞങ്ങൾ ആ ഒരു അതായത് ടൊറന്റോയുടെ മധ്യഭാഗം വിട്ട് കുറച്ച് ഈസ്റ്റിലോട്ട് അദ്ദേഹം പറഞ്ഞ പ്രകാരം ഞങ്ങൾ പല സിറ്റികളിൽ ഞങ്ങൾ വീട് തപ്പി ഇറങ്ങാനായിട്ട് തുടങ്ങി. അങ്ങനെ പല വീടുകൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായ വീട് 4 ലക്ഷം കനേഡിയൻ ഡോളർ, 5 ലക്ഷം കനേഡിയൻ ഡോളർ, 6 കൊടുക്കുവാണ്. നല്ല സുന്ദരമായ വീടുകൾ ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ആകെ 5 ലക്ഷമാണ് ഞങ്ങൾക്ക് മാസം ഞങ്ങളുടെ ആ ഒരു അഫോർഡബിൾ ആയിട്ട് അടച്ചു പോകാനായിട്ട് ഞങ്ങൾക്ക് ആകെ അപ്രൂവലായിട്ട് ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ ടെൻഷൻ അടിച്ചില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീട് കിട്ടിയാൽ മതി. അപ്പം അരമണിക്കൂർ ടൊറന്റോയിൽ നിന്ന് അതായത് ദൂരമേ ഉള്ളൂ. അപ്പോൾ അതായത് ഞങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശരിയാണ്, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു മണിക്കൂറിന് മേളിൽ ഞങ്ങൾക്ക് അതായത് യാത്ര വരുന്നുണ്ട്. പ്രത്യേകിച്ച് വിന്ററൊക്കെ വരുമ്പോഴത്തേന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. എങ്കിലും ഞങ്ങൾ ഒരു ഡിസിഷൻ എടുത്തു, തൽക്കാലത്തേക്ക് നമ്മുടെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ നമ്മൾ അങ്ങ് മാറ്റി വെക്കുക. കാരണം അങ്ങേയറ്റം പോയ ഒരു അരമണിക്കൂറത്തെ പ്രശ്നമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് അതായത് വീടിന് ഞങ്ങൾ കൈവെക്കുകയാണ്. അങ്ങനെ ദൈവം സഹായിച്ച് ഞങ്ങൾ ടൊറന്റോയിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരെയുള്ള മനോഹരമായ ഒരു സിറ്റിയിൽ ഞങ്ങൾ ഒരു ചെറിയ വീട് വാങ്ങിച്ചു. അതും ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ മനസ്സിനടങ്ങുന്ന ആ ഒരു വീട്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമോ, അത് വാങ്ങിയെങ്കിലും ഞങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അത്ര അതായത് സുഖമായിരുന്നില്ല. പ്രത്യേകിച്ച് വിന്ററൊക്കെ വന്നപ്പോൾ അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതായത് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഗിവപ്പ് ചെയ്തില്ല. ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ സിറ്റിയിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ജോലികൾ രണ്ടുപേരും ഞങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പട്ടണത്തിൽ തന്നെ ഞങ്ങൾക്ക് അതായത് ജോലി കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിച്ചാൽ, എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മളുടെ അതായത് കൂട്ടുകാർ അവർ പറയുന്നതിനും അതായത് ചില കാര്യങ്ങളുണ്ട്. അവരിൽ പല ആളുകളും പറഞ്ഞ ഒരു കാര്യം, കാനഡ എന്ന് പറയുന്നത് ടൊറന്റോ മാത്രമല്ല, ഒണ്ടാരിയോ മാത്രമല്ല,
അതായത് ഞാൻ പറയുന്നത് ഒണ്ടാരിയോയിൽ തന്നെ എത്രയോ സിറ്റികൾ ഇപ്പോഴും വളരെ അഫോർഡബിൾ ആയിട്ട് ഈ പറഞ്ഞ 5 ലക്ഷം കനേഡിയൻ ഡോളറിൽ ഡിറ്റാച്ച്ഡ് വീടുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഒണ്ടാരിയോയിൽ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള അതായത് സിറ്റികൾ, നമുക്ക് വീട് വാങ്ങാൻ പറ്റിയതായിട്ടുള്ള ടൗണുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേയിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. തണ്ടർ ബേ ഉൾപ്പെടെ ഏകദേശം ഒരു 10 സിറ്റി തന്നെ ഒണ്ടാരിയോയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഓരോ സിറ്റിയിലും ഞാൻ 1-2 വീടുകൾ, അതായത് ആവറേജ് വീടുകളെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഒണ്ടാരിയോയിലുള്ള തണ്ടർ ബേയിൽ നോക്കിക്കേ, 4 ബെഡ്റൂമും 2 ബാത്റൂമും ഉള്ള വളരെ ക്യൂട്ട് ഒരു ചെറിയ വീട് 3,59,900 കനേഡിയൻ ഡോളറിന് ഇപ്പോൾ ലേറ്റസ്റ്റ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാ. മറ്റൊരു വീടും കൂടെ ഞാൻ കാണിക്കാം. നോക്കിക്കേ, തണ്ടർ ബേയില് 3 ബെഡ്റൂമും 2 ബാത്റൂമും ഉള്ള 399. പോട്ടെ, ഒരു അല്പം കൂടെ വില കൂട്ടി വെച്ചാലും ഞാൻ വിശ്വസിക്കുന്നു ഒരു സാധാരണക്കാരനെ കൊണ്ട് അത് വാങ്ങാനായിട്ട് കഴിയത്തില്ലേ. ഇനി നമുക്ക് മറ്റൊരു അതായത് സിറ്റിയിലോട്ട് നോക്കാം. ഒണ്ടാരിയോയിൽ തന്നെയുള്ള മറ്റൊരു സിറ്റിയാണ് ഇൻഗർസോൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, 3 ബെഡ്റൂമും 1 ബാത്ത് 425. അതേ സിറ്റിയിൽ തന്നെയുള്ള ഒരു ന്യൂലി ബിൽഡിംഗ്, അതായത് 2016 ബിൽഡ് ചെയ്ത ഒരു വീട് 569 നമുക്ക് അതായത് കാണാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ അതായത് മറ്റൊരു അതായത് സിറ്റിയാണ് അതായത് ഒട്ടാവയിലെ നോക്കിക്കേ, 3 ബെഡ്റൂം വളരെ മനോഹരമായ ഒരു വീട് 6,900. അതേ സ്ഥലത്ത് തന്നെ മറ്റൊരെണ്ണം വെറും 4 ലക്ഷം കനേഡിയൻ ഡോളറിന്. ഇനിയും അതായത് അടുത്തൊരു സിറ്റി നമുക്ക് നോക്കാം, കേൾട്ടൺ പ്ലേസിൽ നോക്കിക്കേ, 2 ബെഡും 2 ബാത്തും ഉള്ള അതായത് പുതിയ ഒരു വീട് 449. അതേ സിറ്റിയിൽ തന്നെയുള്ള മറ്റൊരു വീട് നോക്കിക്കേ, 485. നോക്കിക്കേ, ഇങ്ങനെ ഈ ഒണ്ടാരിയോയിൽ മാത്രം എത്ര അതായത് അഫോർഡബിൾ ആയിട്ടുള്ള വീടുകളാണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മളാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. നമുക്ക് എല്ലാം ശരിയായിട്ട് പോകത്തുള്ള എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ടൊറന്റോയുമായിട്ട് ഈ പറഞ്ഞ എല്ലാ സിറ്റികൾക്കും എനിക്കൊന്ന് തണ്ടർ ബേ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സിറ്റികളും ഒരു 4 മണിക്കൂർ താഴെയുള്ളൂ. നമുക്ക് നമ്മുടെ സ്വന്തക്കാരെയും കൂട്ടുകാരെയൊക്കെ കാണാനാണെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് വരാനുള്ളതേ ഉള്ളത്. അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു തീരുമാനത്തിലോട്ട് നമുക്കൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പട്ടണത്തിൽ ആ സിറ്റിയിൽ നമുക്കുള്ള അതായത് ജോലികളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള നല്ല നല്ല വിദ്യാഭ്യാസവും ഒക്കെ അവിടെ ഉണ്ട് എന്നതിൽ ഒരു സംശയമില്ല. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നിടത്തുനിന്ന് നമ്മൾ അവിടുന്ന് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമ്മളിലെ ഓപ്പർച്യൂണിറ്റികളെയും നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മൾക്ക് നേടാനായിട്ട് കഴിയത്തുള്ളൂ. അത് ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ പറയുന്നത്. അതായത് ഓൾറെഡി ഈ കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് ഈ ടൊറന്റോ സറൗണ്ടിങ്സിലുള്ള ഓൾമോസ്റ്റ് സിറ്റികളിലെല്ലാം നല്ല ഒരു വിലയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ഹോപ്പാണ്, പല സിറ്റികളിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വീടുകൾ ഉണ്ടെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാം നമ്മുടെ എല്ലാം ഒരു കൺസേൺ ആണ്. അതായത് തണുപ്പ് അല്ലെങ്കിൽ സ്നോഫോൾ, അല്ലെങ്കിൽ ടൊറന്റോയിലായാലും നമ്മൾ കണ്ടു ഈ വർഷം തന്നെ 2-3 വിന്റർ സ്റ്റോമ വന്നേ, അല്ലെങ്കിൽ അല്പം കൂടെ തണുപ്പ് കൂടുതലായിരിക്കും. അത്രയൊക്കെ ഉള്ളൂ മറ്റുള്ള സിറ്റികളിലും നമ്മൾക്ക് അത് കാണാനായിട്ട് കഴിയുന്നത്. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേയോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അതായത് കാനഡയിലെ ടോപ്പസ്റ്റ് 5 പ്രൊവിൻസുകളാണ് അതായത് അഫോർഡബിൾ ആയിട്ട് ഇപ്പോഴും നമുക്ക് വീടുകൾ വാങ്ങിക്കാൻ പറ്റുന്നത്. ഏകദേശം 5 ലക്ഷം കനേഡിയൻ ഡോളറിൽ നമുക്ക് ഇന്നും അതായത് വീടുകൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൊവിൻസുകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ന്യൂഫൗണ്ട്ലാൻഡ്, ന്യൂ ബ്രൺസ്വിക്ക്, മാനിറ്റോബ, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്. സോ അവിടെയൊക്കെ അതായത് നമുക്ക് അതായത് ഓപ്പർച്യൂണിറ്റികൾ കിടക്കുക. സോ തിങ്ക് അബൌട്ട് ദാറ്റ്. ഇന്നാണ് നിങ്ങളുടെ സമയം. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ, ആ സ്വപ്നം നിങ്ങൾക്ക് നേടുവാൻ തടസ്സമായി നിൽക്കുന്നത് ഇങ്ങനെയുള്ള ചില ഇമോഷണൽ അറ്റാച്ച്മെന്റുകളാണെങ്കിൽ അതിനെയെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക്, സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് അതായത് അടുക്കാനുള്ളതായിട്ടുള്ള അവസരങ്ങളാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. I am signing out, your XC Joy. Bye.